ഒരു അബദ്ധം പറ്റിയോ എന്നൊരു സംശയമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വിചാരിച്ച് നമ്മൾ രണ്ടുപേര് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ബാക്കിൽ വേറെ രണ്ടാൾക്കാരും കൂടി ഉണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല. ചിലപ്പോൾ അവരെ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് പിന്നെ നമ്മളെ കാണിച്ചിട്ട് തിരിച്ചു വരികയാണോ എന്നറിയില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. ബിരിങ്കിയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് താഷ്കൻഡിലാണ്. താഷ്കൻഡിൽ വെസ്റ്റേൺ സ്വീറ്റ്സിലാണ് നമ്മുടെ ഹോട്ടൽ. നമ്മളിപ്പോൾ പോകുന്നത് ഷിംകെനിലേക്കാണ്, കസാക്കിസ്ഥാൻ ഷിംകെനിലേക്കാണ്. ഞങ്ങൾ ഇവിടുന്ന് കുറേ നേരം ടാക്സി ട്രൈ ചെയ്തു, ഈ യാൻഡെക്സ് വഴി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം 50,000 സോമിൻ്റെ താഴെയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. പക്ഷേ യാൻഡെക്സിൽ നമ്മൾ കുറേ ട്രൈ ചെയ്തിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് സംസാരിച്ചു. ആ ബാക്കിൽ നിൽക്കുന്നതാണ് റിസപ്ഷനിസ്റ്റ്. അപ്പോൾ മുമ്പ് സംസാരിച്ചു. മുമ്പ് വേറെ ഏതോ ഒരു ആപ്പ് വഴി ഞങ്ങൾ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റിൽ വണ്ടി വരും. നമ്മൾ ഷിംകെൻഡ്, കസാക്കിസ്ഥാനിലെ ഷിംകെനിലേക്കാണ് പോകുന്നത്. നോക്കാം നമുക്ക് എന്താണ് പറ്റുകയെന്ന്. ഇന്ന് പോയിട്ട് തന്നെ തിരിച്ചു വരണം പ്ലാൻ. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിച്ച യാൻഡെക്സ്. 44,000 സോമാണ് കാണിച്ചത്. പക്ഷെ ഒറ്റ ഡ്രൈവർ പോലും ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മുടെ റിസപ്ഷനിസ്റ്റ് വേറൊരു ആപ്പ് യൂസ് ചെയ്തിട്ട് ടാക്സി ബുക്ക് ചെയ്തു. ആപ്പ് ഏതാണെന്ന് അറിയില്ല കേട്ടോ. ഫെയർ 44,000 41,000 അത് മാത്രമല്ല, ഇറ്റ് വാസ് എ ബെറ്റർ കാർ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കസാക്കിസ്ഥാനിലേക്ക്. നമുക്കൊരു സുന്ദരനായ ഒരു ഡ്രൈവറുണ്ട്. ഇയാൾ എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാവും. ആരാന്ന് നമുക്ക് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് സംസാരിക്കാൻ ശ്രമിച്ചു, പറ്റിയിട്ടില്ല. Вони 3 ресторани. I have 3 restaurants. Вони 3 ресторани есть наверху. Наверху ресторан есть. Okay. There is restaurant upstairs. Okay. Там самый дорогой ресторан называется. Most expensive restaurant. That is restaurant. നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ, ഇതാണ് TV ടവർ. അപ്പോൾ ഡ്രൈവർ പറയുകയാണ് അതിൻ്റെ മേലെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അത് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ളത് റെസ്റ്റോറൻ്റാണ് എന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അയാൾക്ക് ഒരുപാട് നമ്മളോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഒരു രക്ഷയില്ല. നമ്മൾ പറയുന്ന അയാൾക്ക് മനസ്സിലാവുന്നില്ല, അയാൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും പറയുന്നതല്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തിരിച്ചു വരുന്നത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഹൗ ഈസ് അവർ ഡിഷസ്? കബാബ്, ഷാഷ്ലിക്, പുലാവ്. അങ്ങനെ നമ്മൾ കസാക്കിൻ്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഇത് ക്രോസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ ഷിംകെനിൽ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തു. ബോർഡർ ക്രോസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഷിംകെനിലേക്ക് നമ്മൾ പോവുകയാണ്. ബോർഡർ ക്രോസിങ് വളരെ ഈസി ആയിരുന്നു. ഒന്നും വേണ്ടി വന്നിട്ടില്ല. എമിറേറ്റ്സ് ഐഡിയും കൂടി വേണ്ടി വന്നിട്ടില്ല. ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവലാന്ന് തോന്നുന്നു. നമ്മളൊരു ഇതെടുത്തു, ഒരു സിം കാർഡ് എടുത്തു. സിം കാർഡിന് 2,000 ടാങ്കയാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു $100 മാറ്റി. $100 മാറ്റിയിട്ടാകുമ്പോൾ നമുക്ക് 47,000 അല്ലേ, എത്ര വർഷം നമുക്ക് കിട്ടിയത്? $47,000 കിട്ടി നമുക്ക്. അത് ടാങ്കേ കിട്ടി. അതിൽ നിന്ന് 2,000 നമ്മൾ സിം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷിംകെൻഡ് ഫുള്ളായിട്ട് കാണിക്കുക. അതിന് വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരിക. ഒരു 6 മണിയാകുമ്പോൾ തിരിച്ചു കൊണ്ടുവരിക. 7 മണിക്കൂറേക്ക് നമ്മൾ ഈ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. ഒരു അബദ്ധം പറ്റിയോ എന്നൊരു സംശയമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വിചാരിച്ച് നമ്മൾ രണ്ടുപേര് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. ബാക്കിൽ വേറെ രണ്ടാൾക്കാരും കൂടി ഉണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല. ചിലപ്പോൾ അവരെ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് പിന്നെ നമ്മളെ കാണിച്ചിട്ട് തിരിച്ചു വരികയാണോ എന്നറിയില്ല. ഇതാണ് നമ്മുടെ ഡ്രൈവർ. പേരൊന്നും ചോദിക്കണെങ്ങനെടാ? പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് പറയൂലേ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. $60 കൊടുത്തിട്ട് നമ്മൾ കാറ് ബുക്ക് ചെയ്തു. പക്ഷെ കാറ് നമ്മളെന്നേരം കണ്ടിട്ടില്ല. അടുത്തെത്തിയപ്പോഴാണ് കാറ് കണ്ടത്.
പഴയ പങ്ക്രാസ് കാറ്, മുമ്പത്തെ ചില്ലെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഏത് റോഷായി കാറ്? അനൂപേ, ഇത് പഴയ ഓഡി 100 ഇടാ. ഇത് 92 മുതൽ 96 വരെ ഇറങ്ങിയൊരു മോഡൽ. പിന്നെ ഇത് 2.3 ആണ്. നമുക്ക് പണ്ട് ഇത് 92-93 സമയത്ത് എനിക്ക് ഓട്ടോ ഇന്ത്യയിൽ ഇത് ഇറങ്ങുന്ന സമയത്തിൽ എന്തോ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവൻ പടപ്പിച്ച് ഇളക്കുന്നുണ്ടായി, കത്തിച്ചിളക്കുന്ന 120 മുതൽ 160 എത്തിയ സമയം ഉണ്ടായിരുന്നു. ചിലപ്പോൾ 160 ഓടിച്ചിട്ടുണ്ട് ആ വണ്ടി. പിന്നെ ആ സമയത്ത് എനിക്ക് പേടിയൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ ഇത് വണ്ടി നല്ല സ്ട്രോങ് എന്നുള്ള ഒരു ഉറപ്പുണ്ട്. പിന്നെ അതിൽ പോകാനും അത്ര നല്ല കംഫർട്ടായിരുന്നു. ഇത്ര പഴയ വണ്ടിയായിരുന്നു, നല്ല കംഫർട്ടായിരുന്നു. ഈ വണ്ടിയിൽ ഈ കാലത്ത് കിട്ടിയെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചെയ്ത് വെക്കായിരുന്നു. നമ്മളെ കൂടെ 2 ലവന്മാരുണ്ടായിരുന്നല്ലോ, അവരിറക്കാൻ വേണ്ടിയിട്ട് മെയിൻ റോഡിൽ നിന്ന് കാറ് വില്ലേജ് സൈഡിലേക്ക് പോയി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ മേലെ കൂടി ഒരു മഞ്ഞ പൈപ്പ് ലൈൻ പോകുന്നു. ഇതെന്താന്നല്ലേ? ഇതാണ് ഗ്യാസ് പൈപ്പ് ലൈൻ. പണ്ട് സോവിയറ്റ് കാലത്തിട്ടാണ്. അവർക്ക് തണുപ്പ് കാലത്ത് വീടിൻ്റെ അകം ചൂടാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഗ്യാസിൻ്റെ പൈപ്പ് ലൈനാണ്. എന്നാ പിന്നെ അത് കുഴിച്ചിട്ടാ പോരെ, എന്തിന് മേലെ കൊണ്ടുകൊണ്ടിരുന്നത്? അവർക്ക് ബുദ്ധിയുണ്ട്. ഇത് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടാൽ മെയിൻ്റനൻസ് ബുദ്ധിമുട്ടാവും. ഈ മുകളിലാവുമ്പോൾ ലീക്കേജ് ഇതെല്ലാം പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അത് മെയിൻ്റനൻസ് എളുപ്പത്തിലെടുക്കാം. വില്ലേജ് സൈഡ് പോയതുകൊണ്ട് ഞങ്ങൾക്ക് വില്ലേജിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റി. അപ്പോഴേക്കും ഡ്രൈവർ ഭക്ഷണത്തിൻ്റെ കാര്യം ഓർമ്മിച്ചു. എന്നാൽ പിന്നെ ഭക്ഷണം കഴിഞ്ഞിട്ടാവും ബാക്കി വിചാരിച്ചു. ഞങ്ങൾ ഡ്രൈവർ നേരെ കൊണ്ടുപോയത് ഇവിടത്തേക്കാണ്. ഡ്രൈവർക്ക് ഞങ്ങളെ ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിനിലേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒത്തൻറ്റിക് കസാക്കിസ്ഥാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയാൽ മതി. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ ഒരു പ്രീമിയം റെസ്റ്റോറൻ്റ് ആണെന്നാണ്. വെൽ മെയിൻറ്റെയിൻ, നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്. ഫുഡ് ഓർഡർ ചെയ്യുന്ന ഡ്യൂട്ടി ഞങ്ങൾ ഡ്രൈവർക്ക് വിട്ടു. ഒറ്റ കണ്ടീഷൻ, കുതിര വേണ്ട. സാലഡാണ് നമ്മൾ ഓർഡർ ചെയ്തത്, ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്, ബ്രെഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷീപ്പിനെ പറഞ്ഞ് തന്നിട്ടുണ്ട്. കുതിരയായിട്ടായിരിക്കും ഇനി ഉദ്ഘോഷ. അതെയാ? അപ്പത്തേക്കാണ് ഓർത്തത്. പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ കേബിൾ എടുത്തിട്ടില്ല. എന്ത് ചെയ്യും? ഡ്രൈവറോട് ചോദിച്ചു, ഇവിടെ അടുത്ത് മോള് വല്ലതും ഉണ്ടോ, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ഡ്രൈവർ നമ്മൾ നേരെ കൊണ്ടുപോയി ഷിംകെൻ പ്ലാസയിലേക്ക്. ദുബായിലുള്ള മോളിൻ്റെ ഏകദേശം അതേ സ്റ്റാൻഡേർഡിലൊരു മോളാണ് ഷിംകെൻ പ്ലാസ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഷാർജയിലുള്ള സഹാറ മോൾ ഉണ്ടല്ലോ, ഏകദേശം അതുപോലെ. പക്ഷെ നമ്മൾ ഷിംകെൻ പ്ലാസ അടിച്ച് പറക്കിയിട്ടും നമുക്ക് ആ കേബിൾ കിട്ടിയിട്ടില്ല. പവർ ബാങ്കിൽ നിന്ന് 360യിലേക്കും അതേപോലെ തന്നെ ഐഫോണിലേക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കേബിൾ. ഇന്ത്യയിൽ ഒരുപാട് സ്റ്റുഡൻസ് മലയാളികളുണ്ട് കേട്ടോ. MBBS പഠിക്കുന്ന ഒരു സ്ഥലമാണ് കസാക്കിസ്ഥാനിലെ ഷിംകെൻ. ഞങ്ങളൊരു വ്ളോഗിൽ കണ്ടിരുന്നു ഈ ഷിംകെൻ പ്ലാസയോട് ചേർന്നിട്ട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന്. ഞങ്ങൾക്ക് തോന്നുന്നത് ഇതാണ് ആ മെഡിക്കൽ കോളേജ് എന്നാണ്. ഷിംകെൻ പ്ലാസയിൽ നമ്മൾ നേരെ പോയത് കിർഗി ബസാറിലേക്കാണ്. ഇത് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല കേട്ടോ. എഴുതിയ പോലെ അങ്ങനെ വായിച്ചു. അങ്ങനെ നമുക്ക് കിട്ടുന്നത് കിർഗി ബസാർ എന്നാണ്. ഇയാളോട് ചോദിച്ചിട്ട് ഇയാളൊന്നും പറയുന്നില്ല. ഞാനിന്ന് രാവിലെ വരുമ്പോൾ കേബിൾ എടുക്കാൻ വേണ്ടി മറന്നുപോയപ്പോൾ നമ്മൾ അമ്മച്ചി ഒരു കേബിൾ വാങ്ങിയിട്ടുണ്ട്. ഇതാ ഈ കേബിൾ നമ്മൾ വാങ്ങിയത്. ഇതിന് 500 ടാങ്കിയാണ് കൊടുത്തിട്ടുള്ളത്. स्ट्रॉबेरी है ये अच्छा क्या लग रहा है अरे 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 देखिए ये सेब उसमें भी होता है Lubi Garantiert das?
Ну, 7 уже. Малина что? Ну, то уже. Жарым килограмм беш. Name? My name is Yeah. Gula. Gula. Zabira. Sansaya. Original Dubai. Audi does okay? Audi. Forza leather bags ഉണ്ടായിരുന്നു. Leather bags. ഇവിടെ leather ഉണ്ടാവും ഇഷ്ടംപോലെ. ബസാറിന് നമ്മൾ നേരെ പോയത് കെം ബാബ എന്ന് പറഞ്ഞിട്ടൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ്. ഷിംകനിലേക്കുള്ള നമ്മുടെ ടൂറ് തീരെ പ്ലാൻഡ് അല്ലായിരുന്നു. അതുകൊണ്ട് എവിടെ പോകണം, എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഗൂഗിളിൽ കാണുന്ന ആദ്യത്തെ സ്ഥലങ്ങൾ നമ്മൾ ഈ ഡ്രൈവറിനോട് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ കാണാൻ മാത്രം സംഭവമൊന്നുമില്ല. ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക്, അങ്ങനെ വലിയ റൈഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഞങ്ങൾ കുറച്ച് സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തു. നിങ്ങളുടെ കൂടെ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കെംബാബയിൽ നമ്മൾ നേരെ പോയത് ഇൻഡിപെൻഡൻസ് പാർക്കിലേക്കാണ്. ഈ ഇൻഡിപെൻഡൻസ് പാർക്ക് ഓപ്പൺ ചെയ്തത് ഒക്ടോബർ 2011 20ാമത്തെ ആനിവേഴ്സറി ഓഫ് ഇൻഡിപെൻഡൻസിനാണ് ഈ പാർക്ക് ഓപ്പൺ ആയിട്ടുള്ളത്. Жұлдызда наймандар көп қой, білесіз ба? Қайсысы?
ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വൈകുന്നേരമായി. ഇനി വേറൊരു സ്ഥലം കൂടെ കാണാനുള്ള ടൈമില്ല. ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് താഷ്കണ്ടിലേക്ക് തിരിച്ചു പോവാം. അനൂപേ, ഈ കസാക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും 90% വാഹനങ്ങൾ ഓടുന്നത് LPG-ലാണ്. LPG ഫില്ല് ചെയ്യാൻ എല്ലാ പോയിന്റ്സിലും സ്റ്റേഷൻസ് ഉണ്ട്. എല്ലാ അടുത്തടുത്ത് ഇവിടെ സ്റ്റേഷൻസ് ഉണ്ട് കസാക്കിലും ഉസ്ബെക്കിലും. അതിൽ ഒരു സ്റ്റേഷനാണ് ഇപ്പോൾ നമ്മൾ വന്ന ഈ സ്റ്റേഷൻ. താഷ്കൻഡ് മുഴുവനായിട്ട് ചുറ്റിക്കറങ്ങാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ 2 ഡേ മതി. നിങ്ങളുടെ അടുത്ത് ഒരു എക്സ്ട്രാ ഡേയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഒന്നെങ്കിൽ അവിടുത്തെ ഒരു സ്കീ റിസോർട്ട് ഉണ്ട്, അവിടെ പോയിട്ട് എൻജോയ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞങ്ങൾ പോയ പോലെ ഈ ഷിംകെൻഡിലേക്ക് ഒരു ഡേ ട്രിപ്പ് നടത്താൻ പറ്റും. വെറും $100 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായി പോയി തിരിച്ചു വരാൻ പറ്റും. ഇന്ത്യക്കാരാണെങ്കിൽ വിസ ഓൺ അറൈവലാണ്. വെറും $100 ഒരു പുതിയ രാജ്യം. ഷിംകെൻഡ് ബൈ 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 ഷിംകെൻഡ്. हमको कितना जो हम लोग प्रेसिडेंट हैं ओवरसीज